ഞാൻ മമ്മൂട്ടിയാ. മമ്മൂട്ടിയാണോ? അതെ. പത്മശ്രീയാണ്, ഭരതാണ്, ഡോക്ടറാണ്. അഭിനയിക്കുന്നത് ഞാനല്ലേ, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല. എന്തുകൊണ്ട്? ഓക്കെ, ഫസ്റ്റ് അന്നനാണ് കൈ നോക്കിയത്. ഫുൾ പ്രോബ്ലംസ് ആണ്. കറക്റ്റ് ആൻസർ ആട്ടോ. ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ബ്രില്യൻ ഫാമിലിയെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ ഒരു ചെറിയ ടീം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരു യാത്ര പോവുകയാണ്. നമുക്കറിയാം, ഈ വർഷം ഫസ്റ്റ് ഇയറിൽ നിരവധി വിദ്യാർത്ഥികൾ, 150 വിദ്യാർത്ഥികളിലധികം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികളുണ്ട്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ ബ്രില്യൻ ഫാമിലി എന്നാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2022 നീറ്റ് എൻട്രൻസ് എക്സാമിലൂടെ ഉയർന്ന സ്കോറും വിജയമൊക്കെ കരസ്ഥമാക്കി ഞങ്ങളുടെ വീട്ടിൽ നിന്നും, അതായത് ബ്രില്യൻ ഫാമിലിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഞങ്ങളുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ യാത്രയാണ്. അതെ, ഏറ്റവും വലിയ പ്രത്യേകത ഈ കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച 85% വിദ്യാർത്ഥികളും നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ളതാണെന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായും തരുന്ന ഒരു കാര്യമാണ്. സോ നമ്മളിപ്പോൾ പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ടൈമിന് ഏകദേശം 4 മണിയോടുകൂടി നമ്മുടെ ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ ജോർജ്, ഇതിലൊരു ഏറ്റവും എക്സൈറ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ എത്തുന്ന കാര്യം നമ്മുടെ കുട്ടികൾക്ക് അറിയത്തില്ല. അതായത് തികച്ചും ഒരു സർപ്രൈസ് പോലെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്, അല്ലേ? അപ്പം അതിൽ നമുക്ക് കിട്ടിയ അറിവ് വെച്ചാൽ അവർക്കൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് തീരുമെന്നാണ്. ഇപ്പം ഏകദേശം ആ ഒരു സമയം ആയിട്ടുണ്ട്. നമ്മളിനി ആ കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കുട്ടികളെ കണ്ടുപിടിക്കണം ഇതിൻ്റെ ഇടയിൽ, അല്ലേ ജോർജ്? കുട്ടികളെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ചെറിയ ടാസ്ക്. കാരണം നമുക്കറിയാം, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിലൊക്കെ നിരവധി വിദ്യാർത്ഥികളാണ് ബ്രില്യൻറ്റിലെ നിരവധി വിദ്യാർത്ഥികളാണുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഇയറിലെ കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നേരിടുന്ന ഒരു ചെറിയ ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാസ്ക് ആയിരിക്കില്ലായിരിക്കാം, അല്ലേ, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശ്രീദേവി ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ടാസ്ക്, നമുക്ക് വേറെ ഒരു സർപ്രൈസും കൂടെ നമ്മൾ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കും ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സമയം ഏതാണ്ട് 4 മണിയായി, അല്ലേ? നമ്മുടെ വിദ്യാർത്ഥികൾ ഇറങ്ങി വരും പ്രതീക്ഷയാണ് നമ്മൾ ഇരിക്കുന്നത്. സോ ഈ കവാടം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അവരുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന ഒരു കവാടമാണ് ഈ കാണുന്നത്, അല്ലേ? നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാം. കുറച്ച് കുട്ടികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ഏതൊക്കെയാണെന്ന് നോക്കണം, ചോദിക്കാം. ഹായ് മോനെ, എൻട്രൻസിന് എവിടെയാണ് കോച്ചിങ്? ഞാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പഠിച്ചു. ബ്രില്യൻറ്റ്. എവിടെയായിരുന്നു എൻട്രൻസ്? നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? ഓക്കെ, നിങ്ങൾ എൻട്രൻസ് എവിടെയായിരുന്നു? എൻട്രൻസ് കോച്ചിങ് സെന്റർ? ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല. ബ്രില്യൻറ്റ്. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണോ കോളേജിലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ട് എവിടെയായിരുന്നു കോച്ചിങ്? എൻട്രൻസ് ഞങ്ങൾ പാലയിലെ ബ്രില്യൻറ്റിലാണ് പഠിച്ചത്. പാല ബ്രില്യൻറ്റ്. അപ്പോൾ ശരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ കുറച്ച് പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ ഇത്രയും പേരും ബ്രില്യൻറ്റിലെ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഇത്രയും പേരാണോ ശരിക്കും ബ്രില്യൻറ്റിലെ ഫസ്റ്റ് ഇയേഴ്സ് ആണോ? അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. അതായത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ ബ്രില്യൻറ്റിൽ എന്നുള്ള, അതായത് ഇനിയും കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, കുറച്ചധികം കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അപ്പം അവരെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം. നിങ്ങൾക്കാണത് വിഷ്ണു, ഇവർക്കാണ് ടാസ്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊരു ടാസ്ക് ആയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഞങ്ങളെക്കാളും ആക്സസ്, കാരണം നിങ്ങളുടെ ഹോസ്റ്റലിൽ ഇനിയും ഉണ്ട് ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ്, നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇനിയും ഉണ്ട് ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ്. അപ്പം ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് എത്രമാത്രമാണ് നിങ്ങളുടെ കൂടെ പഠിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിലെ വിദ്യാർത്ഥികൾ മാത്രം നമുക്കറിയാം. തേർഡ്, ഫോർത്ത്, സെക്കൻഡ് ഒക്കെ ഇയേഴ്സിലെ പിള്ളേരെടുക്കുന്ന എണ്ണമറ്റത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിലെ നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ, ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ളവരെ എല്ലാവരെയും കൂടെ ഒന്ന് കൂട്ടി ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം. എല്ലാവരും റെഡിയാണോ?
ബാക്കിയുള്ളവരെയും ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നേര്. യെസ്, അങ്ങനെ 2022 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോറും മാർക്കും ഒക്കെ കരസ്ഥമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ വൈറ്റ് കോട്ടും സ്റ്റെഡും അണിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര അധികം വിദ്യാർത്ഥികളാണ്, ഏതാണ്ട് 150-ലധികം വിദ്യാർത്ഥികളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബ്രില്യന്റിൽ പഠിച്ച് അഡ്മിഷൻ നേടിയെടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഒരുപാട് കണ്ടുപിടിക്കേണ്ടിയൊന്നും വന്നില്ല അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ വന്നു, വിദ്യാർത്ഥികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ വിദ്യാർത്ഥികളും ബ്രില്യന്റിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ? ശരിക്കും പറയാം, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളെയും ഒന്ന് കണ്ടുപിടിച്ച് തരണം. ഫസ്റ്റ് ഇയേഴ്സിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ അവർ കൂട്ടിക്കൊണ്ട് വന്ന് എത്തിയിരിക്കുന്ന ഒരു ജനാവലിയാണ് ഈ കാണുന്നത്. അതെ, അപ്പം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം, ഒരു ഈവനിങ്ങിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സോ സർപ്രൈസ്. അപ്പോൾ ആർ യു റെഡി? എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ സ്വാഗതം നേർന്നുകൊണ്ട് 2022 നീറ്റ് എൻട്രൻസ് എക്സാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി തന്നെ പറയാം, നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ വിജയം നേടിയെടുത്തു അല്ലേ? ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാവരും കലാകാരന്മാരും കലാകാരികളും ഒക്കെയാണ്. സോ നമുക്കൊന്ന് തുടക്കം കുറിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് മുമ്പോട്ട് കടന്നു വരണം. ആരാണത്? കാറ്റാടിക്കടലും തണലത്തരമതിലും മതിലെല്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു കണ്ണും മറയത്തൊളി കണ്ണും മതിയൂ ഞാനാടുന്ന ഇടനാഴില. ഞാൻ ഒരാളെ വിളിക്കും, ഞാൻ ചെന്ന് അടുത്ത് വന്ന് വിളിക്കും, അവരെ ഏറ്റു വരണം. ഓക്കെ അല്ലേ? വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാ ആടാം പാടാമാ മലർവനിയിൽ. ഫസ്റ്റ് ഇയർ ആണ്, പഠിത്തമൊക്കെ കഴിഞ്ഞ് ഡോക്ടറായി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാനാണ് മോനാഗ്രഹം? ഡോക്ടറായി കഴിഞ്ഞിട്ട് എനിക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമായിരുന്നു അത്. ആള് പറഞ്ഞത് നല്ല അടിപൊളി ഉത്തരല്ലേ അല്ലേ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലേ? അത് അതിന്റെ എക്സൈറ്റ് ഉള്ള ആൻസർ ആണ് പറഞ്ഞത്. അപ്പൊ ഒരു അടിപൊളി കൈയുടെ കൊടുക്കുകയാണ്. ഉടലുകൾ പലതെന്നാൽ ഒരു ബ്രില്യന്റിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ബ്രില്യന്റ് ഭയങ്കര നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഇവിടെ എത്താനുള്ള കാരണത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ഇരിക്കാൻ കാരണം അല്ലേ? ഒറ്റപ്പേര് ഒറ്റപ്പേര്. കോട്ടയം മെഡിക്കൽ കോളേജ് ഫുൾ പവറാണ്. പവറാണ്, വൈബാണ്. ക്ലാസ് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ് റൂം, ഹോസ്റ്റൽ, കമ്പനി എല്ലാം എല്ലാരും വൈബാണ്. എല്ലാവരും വൈബാണ്. ആ ഒരു വൈബാണ് ഇങ്ങനെ ഒരു ഗിറ്റാറും ഇങ്ങനെ ആംബിയൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് എത്തിയത് അല്ലേ? ബെർലിനിൽ വന്നിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ട് ഇവിടെ വന്നിട്ട് അതേ സൗഹൃദം തന്നെ തുടരുന്ന അല്ലെങ്കിൽ അതേ ഹോസ്റ്റൽ അങ്ങനെയൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവർ രണ്ടുപേരുടെയും ഫ്രണ്ട്
ഫ്രണ്ട്ഷിപ്പ് ബ്രില്യന്റിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെ വരെ എത്തി അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പം രണ്ടുപേരും ഇവിടം വരെ എത്തി? എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. അന്ന് ഇങ്ങനെ ഒരുമിച്ചെത്തുന്നു തിരേ വിചാരിച്ചില്ല. ഫസ്റ്റ് ഇള മഹേഷിത് കേട്ടപ്പം ഒരു ഭയങ്കര പവർഫുൾ നെയിം. അപ്പൊ ഇങ്ങനെ അല്ലേ? അതെ വെറൈറ്റി മീൻസ് എപ്പോഴും ഇങ്ങനെ ഫസ്റ്റ് ഞാൻ പേര് കേട്ടപ്പം ഹോസ്റ്റൽ ആദ്യം കണ്ടില്ല കുട്ടീനെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ഏതാ കുട്ടി അങ്ങനെയൊക്കെ കുറെ ആലോചിച്ചു. പിന്നെ ഒരു ദിവസം മീൻസ് പേര് അത്രയും ഫേമസ് ആ. ഇങ്ങനെ വിനീത മിസ് ഒക്കെ എപ്പോഴും കൊറിയറിനൊക്കെ ഇങ്ങനെ പേര് വിളിക്കായിരുന്നു. പിന്നെ അങ്ങനെ കമ്പനിയായി. പിന്നെ ഇവിടെ പിന്നെയും കണ്ടപ്പം ഭയങ്കര സന്തോഷം. ഒരുപാട് കേട്ട പേര് തപ്പിപ്പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് ആയതാണ് അല്ലേ നിങ്ങൾ രണ്ടുപേരും? അപ്പം ഇളക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്? നല്ലതല്ലേ. ശ്രീദേവി ടീച്ചർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ്. ഓക്കെ? ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ പോകാന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ആധികാരികമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. നോ, അതുപോലത്തെ ഒന്നുമല്ല. ഫണ്ണി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ തികച്ച ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ആൻസേഴ്സും അതുപോലെ ഫണ്ണി ആയിരിക്കണം കേട്ടോ. ഓപ്ഷൻസ് ഒന്നുമില്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസേ അല്ല. ചപ്പാത്തിയും ചിക്കൻ കുനിയയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സൽവ ജാസ്മിൻ ആണ് കേട്ടോ ഫസ്റ്റ് കൈവക്കിയത്. ചിക്കൻ കൂനിയ കൊതുക് വരട്ടും, പക്ഷെ ചപ്പാത്തി നമ്മൾ തന്നെ വരുത്തണം. വെരി ഗുഡ്. ഫസ്റ്റ് ക്വസ്റ്റിന് തന്നെ പടപടേന്ന് ആൻസർ വന്നു. ഇതുപോലത്തെ ഇപ്പൊ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലായല്ലോ. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല. എന്തുകൊണ്ട്? ഓക്കെ, ഫസ്റ്റ് അന്നനാണ് കൈവക്കിയത്. പ്രോബ്ലംസ് ആണ്. കറക്റ്റ് ആൻസർ ആവട്ടോ. അതായത് കണക്കിന് ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും, അതുകൊണ്ട് ഒരിക്കലും മാത്സ് ഹാപ്പി ആവില്ല. ഏതു ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം? Again, Salva. പേനയാണോ? യെസ്, കറക്റ്റ് ആൻസർ. അവിടെ 2 പോയിന്റ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയ. ബാക്കി വെക്കുന്ന ഗ്രൂപ്പുകൾ ഒന്നും കൈവെക്കുന്ന പോലും കാണുന്നില്ല കേട്ടോ. ഒരു കാലിന് വയ്യാത്ത ചായക്കടക്കാരൻ 210 ചായ ഉണ്ടാക്കി. അതിൽ ഒന്നിൽ പല്ല് വീണു. ബാക്കി എത്ര ചായ ഉണ്ട്? മോളുടെ പേരെന്താ? നന്ദിത. എന്താ മോളെ ആൻസർ? 9. കാര്യം എന്താ? 210. ജോർജ്, നമ്മൾ വിചാരിച്ചു പറയുന്നില്ല, ഒരു 10 സെക്കൻഡ് പോലും കുട്ടികളെ ആലോചിക്കാൻ ടൈം എടുക്കുന്നില്ലല്ലോ. ഈ കൊണ്ടുവന്ന ടാസ്ക് മൊത്തം നമ്മള് വേസ്റ്റ് ആക്കേണ്ട വരുമോ? 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകളിൽ എത്ര 9 ഉണ്ട്? ദേ ബാക്കിൽ അവിടെ എന്താ മോളെ പേര്? ഒരു 9. വൈ? 9 ഉള്ളതുകൊണ്ട് 1 2 3 4 5 ഓക്കെ, കറക്റ്റ് ആട്ടോ. ഒറ്റ 9 ഉള്ളൂ. അടുത്തത്, ചോറിലും കൊറോണയിലും ഒരേപോലെ ഉള്ളത് എന്ത്? ചോറിലും കൊറോണയിലും അല്ല, ചോറിലും കൊറോണയിലും ഒരുപോലെ ഉള്ളത് എന്ത്? 6 എന്നൊക്കെ പറയുന്നുണ്ട്, അതല്ല ആൻസർ. ഇവിടെ ആരെ കൈവയ്ക്കേ? അല്ല, റായല. ഒരെണ്ണം സമാധാനായി. ഓക്കെ, ടൈം കഴിഞ്ഞു. ചോറിലും കൊറോണയിലും ഒരേപോലെ ഉള്ളത് വേവ്. അപ്പൊ ഇനി ഞങ്ങൾ ചെറിയൊരു ടാസ്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യണം. ഉത്തരവ് പറഞ്ഞില്ല, കൈ പോലും ഒക്കെ ഇല്ല. അപ്പൊ അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റ ആൾക്കാർ പോലും ആ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ല. അനങ്ങിയിട്ടില്ലാത്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ കുറച്ച് ടാസ്കുകൾ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണോ പറയുന്നത് ആ ടാസ്ക് ചെയ്യണം കേട്ടോ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ആപ്പിൾ പെണ്ണാണോ അമ്പിളി പൊന്നാണോ അലകടലായി മുത്തേനി നടമാടേടി പിണമിട്ടിടാം ഞാൻ ഒന്ന് പാടാമോടി. ഹോയ് ഹോയ് ഒരു സിമ്പിൾ ഒരു സാഡ് പാട്ട് നമ്മുടെ ബ്രേക്ക് ഡാൻസ് ചെയ്യാം. ഒരു സാഡ് സോങ് ഇടും, പക്ഷേ അതുമായിട്ട് യാതൊരു മാറ്റവും ഇല്ലാത്തൊരു ബ്രേക്ക് ഡാൻസ്. ഞങ്ങൾ ഈ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.
അതിന് പറ്റിയ പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം. ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അപ്പൊ ഇത് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. ഡോക്ടർ മോഹൻലാൽ ആണ്. ഡോക്ടർ മമ്മൂട്ടി മോഹൻലാൽ ഡോക്ടർ ആയി സങ്കല്പിക്കാം. ഓക്കെ, സുരേഷ് ഗോപി ഒരു രോഗിയായിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ ഒന്ന് കൈയടിച്ച് എല്ലാവരും. അപ്പൊ മമ്മൂട്ടിയാണോ? അതെ, പത്മശ്രീയാണ്, ഭരതാണ്, ഡോക്ടറാണ്. അഭിനയിക്കുന്നത് ഞാനല്ലേ, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? എന്റെ പേര് ലാൽ. എന്താണ് പ്രശ്നം? എനിക്ക് കുറച്ച് കുഷ്ഠരോഗത്തിന്റെ രോഗമുണ്ട്. മാറ്റി തരാൻ പറ്റുമോ? അപൂർവവും അത്യധികം സങ്കീർണവുമായ വൈദ്യശാസ്ത്രത്തിന് ഉത്തരം കൊടുക്കാനാവാത്ത ഏതെങ്കിലും തരത്തിലുള്ള നിരൂപണം. ചുമയൊക്കെ എങ്ങനെയുണ്ട്? നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ആ തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. ചുമയല്ല, കുഷ്ഠരോഗോ. പറഞ്ഞു കേട്ടില്ലേ? എനിക്ക് മെഡിസിൻ തരൂ. ഞാനിങ്ങനെ എടുക്കുവാ. നിങ്ങൾ ഞാൻ സുരേഷ് ഗോപിയാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി വൻ പണിയായിരുന്നു അല്ലേ? ഇംഗ്ലീഷ് വാക്കുകൾ ഒന്നുപോലും ഉപയോഗിക്കാതെ പച്ച മലയാളത്തിൽ ബ്രില്യന്റിനെ കുറിച്ച് പറയുക. ബ്രില്യന്റ് നല്ല ബ്രില്യന്റ് പേരാണ്. ബ്രില്യന്റിന് മലയാളം ഉണ്ട്, അതാണ് ആ പേരിന് മലയാളം ഉണ്ട്. ഓക്കെ, ഒരു ചാൻസ് കൂടെ തരാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മുടെ ഒരു ബ്രില്യൻ സ്റ്റുഡന്റാ. ഇതെന്തു മറിമായും. സാമർത്ഥ്യം എന്ന സ്ഥാപനം അടിപൊളിയാണ്. ബ്രില്യന്റ് എന്ന സ്ഥാപനം അടിപൊളിയാണെന്നുള്ളത് നമ്മളെ അറ്റംപ്റ്റിനാണ് നമ്മൾ വേണ്ടിയുള്ളത്. സാമർത്ഥ്യം എന്ന സ്ഥാപനം ഘനമാണ്. കണ്ടു പഠിക്കണോ? നമ്മൾ എന്നും ജോർജ് സാറിനെയും ബാക്കി ജോർജ് ഗുരുവിനെയും ബാക്കിയുള്ള ഗുരുവിനെയും നമ്മൾ എന്നും സ്മരിക്കും. ബാക്കിയുള്ള എല്ലാ അധ്യാപകർക്കും നന്ദിയുണ്ട് ഈ വിജയത്തിന്. അപ്പൊ ഇനി ഞങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങളും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണോ? ഒത്തിരി ഹാപ്പിയാണോ? ഇനി വരുന്ന വർഷം ഇതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുമോ? ഓക്കെ, സീരിയസ് ആൻഡ് യൂണിയൻ മെമ്പേഴ്സ് ഇവരാണ് നമുക്ക് എല്ലാ കാര്യവും ചെയ്തു തന്നെ കേട്ടോ. അപ്പൊ ഇത്ര നേരം അവർ ഇതിനു വേണ്ടി കാത്തു എല്ലാവരും മനോഹരമായ ഒരു കാര്യം അവർക്ക് കൊടുക്കാം. ചന്തം സ്വപ്നത്തിനും ചന്തം ആഘോഷത്തിൽ ചേരുന്ന സുഗന്ധം. ഈ തീരത്തിനും ചന്തം സ്വപ്നത്തിനും ചന്തം ആഘോഷത്തിൽ ചേരുന്ന സുഗന്ധം. നിറഞ്ഞ വേളയിൽ മുഷിഞ്ഞൊരിന്നലെ മാഞ്ഞിടുന്നേ. കൊഴിഞ്ഞു പോയൊരാ ദിനങ്ങളങ്ങനെ മറന്നു പോകുവാനാകുമെന്നോ. എല്ലാം ഇനിയും കൈനീട്ടും നേരം മുഴുകാനില്ലേ ഉല്ലാസം. എല്ലാം ഇനിയും കൈനീട്ടും നേരം മുഴുകാനില്ലേ ഉല്ലാസം. ഇക്കാണാൻ പൊന്നും തേടി ദൂരെ പോകുമ്പോൾ മേലെ താരം ചിണ്ടി മെല്ലെ വന്നപ്പോൾ ആരും കാണാതാരം മീരെ വന്നി മാണിക്യം ആഴിമാതാവി
ഇത്രയും മനോഹരമായൊരു സായം സന്ധ്യയിൽ ഞങ്ങളുടെ എല്ലാ മനസ്സിന് കുളിർമയേകിയ ഒരു നിമിഷമുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി ബ്രില്യൻറ്റിലെ ഫസ്റ്റ് ഇയേഴ്സിന് ഫുഡും മറ്റ് അവശ്യ സാധനങ്ങളുമെല്ലാം ബ്രില്യൻറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സീനിയേഴ്സാണ് അറേഞ്ച് ചെയ്ത് നൽകിയത്. ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഭക്ഷണവും മറ്റുമെല്ലാം അവർക്ക് വിളമ്പി നൽകിയത് അതേ സീനിയേഴ്സ് തന്നെയായിരുന്നു. രക്തബന്ധത്തിൽ മാത്രമല്ല, സ്നേഹബന്ധത്തിലും സൗഹൃദത്തിലും കൂടപ്പിറപ്പുകൾ ഉണ്ടാവുമെന്ന് കാണിച്ചു തന്ന നിമിഷമായിരുന്നു അത്. നടന്നാരോ കുന്നിതിറങ്ങുന്നേ, നടന്നാരോ കുന്നിതിറങ്ങുന്നേ, വിണ്ടിയൊടിച്ചു വന്നേ, വിണ്ടിയും കുത്തിയല്ലോ.